പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കുലച്ച കോദണ്ഡത്തിൽ തൊടുത്ത ബാണവുമായി അല്പമൊന്ന് കോപിച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ ഒരു നോക്ക് കാണുവാൻ ദേവന്മാർ തിക്കിത്തിരക്കി. ബ്രഹ്മാവിനെ അനുഗമിച്ച് വാനിടത്തിൽ എത്തി. തുടർന്നുകൊണ്ട് അപ്സരസുകൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഉരകമുഖ്യന്മാർ എന്നിവരും ആ മഹാത്ഭുത ദർശനത്തിന് വന്നു നിറഞ്ഞു. ലോകങ്ങളെ മുഴുവൻ സ്തംഭിപ്പിച്ച വിധം വൻ വില്ല് കുലച്ച് തൊടുത്തു നിൽക്കുന്ന രഘുരാമൻ, നിർവീര്യനായ ഭൃഗുരാമൻ, കമലപത്രാക്ഷനായ ശ്രീരാമചന്ദ്രനോട് തേജസ്സു നശിച്ച പരശുരാമൻ പതുക്കെ പതുക്കെ പറഞ്ഞു: മഹാപ്രഭോ, പണ്ട് ഈ ഭൂമി മുഴുവൻ കശ്യപന് ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ നാട്ടിൽ ഇന്നു മുതൽ അങ്ങ് താമസിക്കരുത് എന്നൊരു സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഗുരുവാക്കിന് ഒരിക്കലും മാറ്റം വരുത്തുവാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ രാത്രിയിൽ ഭൂവാസം പതിവില്ല. അന്ന് മുതൽക്ക് ഹേ രഘുവരനന്ദന, അതുകൊണ്ട് എൻ്റെ ഗതിയെ ഹനിക്കരുതേ. വീരനായ രാഘവ, മനോവേഗത്തിൽ ഞാൻ മഹേന്ദ്രപർവ്വതത്തിൽ എത്തിക്കൊള്ളാം. അമേയങ്ങളായ പുണ്യലോകങ്ങളാണ് തപസ്സുകൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്. അവയെല്ലാം അങ്ങയുടെ ശരത്തിന് ലക്ഷ്യമായി തീരട്ടെ. താമസിക്കേണ്ട. ദേവദേവ, അവിടുത്തെ എനിക്കിപ്പോൾ മനസ്സിലായി. ത്രിദശേശ്വരനായ സാക്ഷാൽ മധുഹന്താവാണ് അവിടുന്ന്. അരിമർദ്ദകനായ അവിടുത്തേക്ക് സ്വസ്തി. ഈ ഉഗ്രജാപം അവിടുന്ന് കുലച്ചു. നിന്തിരുവടിയുടെ സങ്കല്പത്തിനോ കൈക്കരുത്തിനോ നേരിട്ട് നിൽക്കുവാൻ ആർക്കാണ് സാധിക്കുക? ദേവവൃന്ദങ്ങളെല്ലാം അവിടുത്തെ കാണുവാൻ ഉയറിയെത്തിയിരിക്കുന്നു. ത്രിലോകനാഥനായ അവിടുത്തെ മുന്നിൽ പരാജയം വന്നതിൽ ഒട്ടും ലജ്ജ തോന്നുന്നില്ല. നേർവഴിക്ക് നടത്തേണ്ടത് മറ്റൊരാളല്ലോ. ഏതൊരു ദിവ്യശക്തിക്കും തടുക്കുവാൻ സാധിക്കാത്ത രാമശരം അയച്ചാലും അതിനുശേഷം ഞാൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയിക്കൊള്ളാം. ജമദഗ്നി തനയൻ്റെ വാക്കുകൾ കേട്ട ദശരഥനന്ദനൻ കിടയറ്റ ബാണം വിട്ടു. തപസ്സുകൊണ്ട് ആർജിച്ച ലോകങ്ങൾ മുഴുവൻ ഒരൊറ്റ അസ്ത്രത്താൽ നശിച്ചത് കണ്ട പരശുരാമൻ ഉത്തമപർവ്വതമായ മഹേന്ദ്രസാനുവിലേക്ക് തപസ്സിന് സസന്തോഷം പോകുവാൻ തയ്യാറായി. രഘുവരരാമനെ സ്തുതിച്ച് പ്രദക്ഷിണം വെച്ച് സാനുഭാതം സ്വസ്ഥാനത്തെത്തി. 10 ദിക്കുകളെയും ഇരുള് അകന്നു. കോദണ്ഡപാണിയായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ ദേവഋഷി വൃന്ദം സ്തുതിച്ചു തുടങ്ങി. പരശുരാമൻ പോയ ശേഷം വൈഷ്ണവജാവത്തെ ശാന്താത്മാവായ ശ്രീരാമചന്ദ്രൻ അപ്രമേയനായ വരുണദേവൻ വശം കൊടുത്തു. വസിഷ്ഠ പ്രമുഖന്മാരായ ഋഷിപുംഗവന്മാരെ പ്രണമിച്ച് അഭിവാദ്യം ചെയ്ത് ദുഃഖിതനായി നിൽക്കുന്ന പിതൃസമീപത്തിൽ എത്തി. ആ ഹൃദയത്തെ വാത്സല്യ അസ്ത്രണമാക്കിക്കൊണ്ട് പരമാത്മസ്വരൂപി പറഞ്ഞു: അച്ഛാ, ഭാർഗവരാമൻ പോയി. അവിടുത്തെ നേതൃത്വത്തിൽ 4 അംഗപ്പട അയോധ്യയിലേക്ക് നടക്കട്ടെ. ജാതക പക്ഷികൾ വർഷജലത്തെ പോലെ സൈന്യങ്ങൾ അവിടുത്തെ കൽപ്പന കാത്തിരിക്കുകയാണ്. പുത്രന്റെ വാക്കുകൾ കേട്ട ദശരഥ മന്നവൻ കൺമിഴിച്ചു. മകനെ ഗാഠഗാഠം കെട്ടിപ്പിടിച്ചു. ശിരസിൽ തുരുതുരെ ചുംബിച്ചു. ഭാർഗവരാമൻ പോയി എന്ന വാക്കുകൾ അമൃതം പോലെ തന്നെയും മക്കളെയും പുനർജീവിപ്പിച്ചതായി വിശ്വസിച്ചു. സേനകൾക്ക് യാത്രാനുമതി ഏകി അയോധ്യാനഗരിയിലേക്ക് യാത്ര തുടർന്നു. അടിച്ചുവാരി തളിച്ച് പൂക്കൾ വിതറിയ രാജപാതകളിലെ ഇരുഭാഗത്തുമുള്ള ഉത്തുംഗങ്ങളായ കൊടിക്കാലുകളിൽ കൂറകൾ പാറിക്കളിക്കുന്നു. മനോമോഹനങ്ങളായ ധുന്ദുഭിവാദ്യനാദം സർവത്ര മുഴങ്ങുന്നു. മംഗളവാദഘോഷം മറ്റൊലി കൊള്ളുന്നു. ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന നഗരിയിൽ എത്തിയപ്പോഴേക്കും അന്തണ പ്രമുഖന്മാരെ മുൻനിർത്തിയ പൗരന്മാർ മഹാരാജാവിനെ എതിരേൽക്കുവാൻ എത്തിക്കഴിഞ്ഞു. കൈലാസ ചലതുല്യമായ അരമനയിലേക്ക് പുത്രന്മാരാൽ അനുസേവിതനായ മന്നോർ മന്നവൻ പ്രവേശിച്ചു. സർവ്വസുഖങ്ങളും നിറഞ്ഞു വഴിയുന്ന അവിടെ ബന്ധുമിത്രാദികളൊന്നിച്ച് അനശ്വര യശസ്വിയായ ദശരഥ ഭൂപതി വസിച്ചു. കൗസല്യയും സുമിത്രയും കാമിനിയാംഗിയായ കൈകേയിയും പുത്രപത്നിമാരെ ഉപചരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ധന്യധന്യായ സീതാദേവിയെയും പേരാർന്ന ഊർമിളയെയും പോലെ തന്നെ കുശദജ പുത്രന്മാരെയും രാജ്ഞിമാർ മംഗളാശസ്സുകളോടെ ഭർത്താക്കന്മാരൊന്നിച്ച് അന്തപുരത്തിലേക്ക് ആനയിച്ചു. വെള്ളപ്പട്ടുടുത്ത രാജമാതാക്കൾ ദേവാലയങ്ങളിലും പൂജ്യരായ ഗുരുശ്രേഷ്ഠന്മാരുടെ സമീപത്തിലും പുത്രിമാരെ കൊണ്ടുപോയി അഭിവാദ്യം കഴിപ്പിച്ചു. കുബേരഭവനങ്ങൾ പോലെയുള്ള കൊട്ടാരങ്ങളിൽ ഭർത്താക്കന്മാരുമൊത്ത് ആ സുചരിതകൾ പശുക്കളെയും ധനരത്നങ്ങളെയും ദ്വിജന്മാർക്ക് ദക്ഷിണ കൊടുത്ത ശേഷം സസുഖം രമിച്ച് വസിച്ചു. മഹാത്മാക്കളും അതുല്യവീര്യ പരാക്രമികളും സർവാസ്ത്ര ശസ്ത്ര വിജ്ഞാനികളുമായ കുമാരന്മാർ ഉത്തമ സുഹൃത്തുക്കളൊന്നിച്ചേ കൂട്ടുകൂടുകയുള്ളൂ.
ധർമ്മധാരങ്ങളോടൊത്ത് പിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന ആ പുരുഷവ്യാക്രർ ഗുണഗണങ്ങളോ കൊണ്ട് സർവരെയും സംതൃപ്തരാക്കി. അല്പകാലം കഴിഞ്ഞു. ഒരു ദിവസം അഭിവാദ്യം ചെയ്യുവാൻ വന്ന ആത്മജനെ ശ്യാമള നിറമെഴുന്നവനും കമലപത്ര നേത്രനും ഏതൊന്നും ക്ലേശരഹിതമായി ചെയ്യുവാൻ കഴിവുള്ള ശൂരനും ശത്രു സൈന്യമർദ്ദകനും വിനയം തന്നെ രൂപമെടുത്ത പോലെ ഉള്ളവനും കൈകേയി പുത്രനുമായ ഭരതനെ തഴുകിക്കൊണ്ട് ദശരഥൻ പറഞ്ഞു, വീരകുമാര, നിന്നെ സ്വരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് അമ്മാവൻ യുധാജിത്ത് ഇത്രയും ദിവസം താമസിച്ചത്. മിഥിലയിൽ ആർഷിവര്യന്മാരുടെ മധ്യത്തിൽ വെച്ച് എന്നോട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തെ സന്തുഷ്ടനാക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ്. പിതൃ നിർദ്ദേശം കേട്ട ഭരതൻ ഗുരുവായ ശ്രീരാമചന്ദ്രനെ അഭിവാദ്യം ചെയ്തു. ലക്ഷ്മണനെ സ്നേഹമാലിംഗനം ചെയ്തു. ശത്രുഘ്ന സഹായത്തോടെ പോകുവാൻ ഉറച്ചു. അച്ഛനോടും അമ്മമാരോടും അഗ്രജനോടും അക്ലിഷ്ടകാരിയായ ആ ശൂരൻ യാത്ര ചോദിച്ചു. യുധാജിത്വം ഒന്നിച്ച് കേകയത്തിലേക്ക് ഭരത ശത്രുഘ്നന്മാർ യാത്രയായി. അനുജനമൊന്ന് ചിന്തിച്ച് എത്തിയ ഭരതകുമാരനെ കണ്ട് കേകയ രാജാവ് ആനന്ദ തുന്തിലനായി. സന്തോഷപൂർണങ്ങളായ ദിവസങ്ങൾ നിമിഷം പോലെ മറഞ്ഞു. മഹാരഥന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ ദേവേന്ദ്ര തുല്യനായ പിതാവിനെ ശുശ്രൂഷിച്ച് പൂജിച്ചും ആ ആജ്ഞയനുസരിച്ച് പൗരകാര്യങ്ങളെല്ലാം അവരവരുടെ ഹിതമനുസരിച്ച് ധാർമ്മികമായി നടത്തിച്ചും വന്നു. അമ്മമാരുടെ കാര്യങ്ങൾ യഥാകാലം അന്വേഷിച്ചു. ഗുരുവര്യന്മാരുടെ ഗുരുകാര്യങ്ങൾ യഥാസമയത്ത് അനുസരിച്ചു. ദശരഥ ഭൂപതിയാകട്ടെ പരിപൂർണ സംതൃപ്തി അടഞ്ഞു. വിപ്രന്മാരും വണികവര്യന്മാരും സന്തോഷിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ ശീലചരിത്രങ്ങൾ രാജ്യവാസികൾ ഏവരെയും കൃതാർത്ഥരാക്കി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.